അറിവില്ല, പക്ഷെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ ജഡത്തിയിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ആരാധനയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ നമ്മൾ പുറത്തു വരുന്നത്. ഹാലലൂയ. അതുകൊണ്ട് നമ്മൾ മരിക്കാതിരിക്കുന്ന കർത്താവിന്റെ കൃപയാണ്. ആ മരിക്കാതിരിക്കുന്ന കാലത്തോളം ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിപ്പാനും സേവിപ്പാനും ആരാധിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹാലലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആത്മാവിൽ ദരിദ്രരായ അനുഗ്രഹീതർ, അവർക്കുള്ളതല്ല സ്വർഗരാജ്യം. ഹാലലൂയ, സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതല്ല സ്വർഗരാജ്യം. നമുക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു വാക്യം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്നുള്ളതാണ്. ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ ദൈവികമായ സത്തയല്ല അവിടെ വ്യക്തമാക്കുന്നത്. അതായത് മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന്, മനുഷ്യന് ആ മാതൃകയാൻ വേണ്ടി ഇറങ്ങി വന്ന്, മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവകുമാരൻ. ഹാലലൂയന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് പ്രാവർത്തികമാക്കുവാനുള്ള, ഹാലലൂയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള, മാതൃകയാക്കുവാനുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് അവിടെ കൂടുതലായി ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഹാലലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശു കർത്താവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. ഹാലലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ പൈശാചികന്റെ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ വചനമെടുത്ത് അതിനെ എതിർക്കാനുള്ള ഒരു ജ്ഞാനം, ഒരു തിരിച്ചറിവ്, അതിനെ ഒരു പരിജ്ഞാനം നമ്മൾ പറഞ്ഞു. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ആ പരിജ്ഞാനമാണ് ആ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ കടത്തിവിടുന്ന ഒരു പ്രതിസന്ധിയിൽ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ ദൈവത്തെ ഹിതമാണ് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവമാണ് തിരിച്ചറിഞ്ഞിട്ട് അതിനൊത്തവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന പോലെ ചുവട് വെക്കുവാനുള്ള ഒരു മനസ്സ്, അതിനെയും നമ്മൾ ദൈവിക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് വിളിച്ചു. ഇത് നമ്മൾ മൂന്നാമത്തെ കാര്യം പറയുന്നത്, കർത്താവ് തന്റെ മുമ്പിലേക്ക് ജനത്തെ, ആ പർവ്വത പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ലോകത്ത് അനേകരെ മാറ്റിമറിച്ചൊരു ഒരു വാക്കിന്റെ ഒരു ഖണ്ഡികയാണ് എടുത്തത്, അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്തത്. യേശുവിന്റെ പർവ്വത പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയൊക്കെ മാറ്റിമറിച്ച, ആ സ്വഭാവത്തെയൊക്കെ മാറ്റിമറിച്ച യേശു കർത്താവിന്റെ വളരെ വിലപ്പെട്ട സംഭാഷണ ഭാഗങ്ങളാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അതിലെ ഒരു വാക്കാണ് ഞാൻ എടുത്തത്. ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് വിളിച്ചു പറയുക. അവിടെ എന്താണ് ഈ ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നത്? സ്തോത്രം, ഹാലലൂയ. നമുക്കറിയാം, മനുഷ്യർ ദാരിദ്ര്യം എന്ന് പറഞ്ഞ വാക്ക് നെഗറ്റീവാണ് എപ്പോഴും. ദാരിദ്ര്യം നെഗറ്റീവ് വാക്കാണ് എപ്പോഴും. പക്ഷെ കർത്താവോട് ആ നെഗറ്റീവ് എന്ന് പറയുന്ന ആ നെഗറ്റീവായ വാക്കിനെ ആ ഒരു കാലഘട്ടത്തിലെ ആത്മീയത നമുക്കറിയാം. അഭിനവ ഭക്തരായ അല്ലെങ്കിൽ പരീക്ഷന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം, ശാസ്ത്രിമാരെന്ന് പറയുന്ന മറ്റൊരു കൂട്ടം, അങ്ങനെ ജനത്തിന്റെ മുമ്പിൽ ആത്മീയം അഭിനയിച്ച് കാണിക്കുന്ന ഇന്നും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. സ്തോത്രം. ജനത്തിന് മുമ്പിൽ ആത്മീയം അഭിനയിച്ച് കാണിക്കുന്ന അവർ കുറച്ച് ചെറിയ ആൾക്കാർ ആത്മീയരുണ്ടാവും, ഇല്ലെന്നല്ല. പരീക്ഷന്മാർ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല. ദൈവീ കൽപ്പനകളെ അതേപടി അനുസരിക്കാൻ ബാധ്യസ്ഥരായ ഒരു കൂട്ടം ജനമാണ് ഈ പരീക്ഷന്മാരെന്ന് പറഞ്ഞ്. അവരങ്ങനെ ചെയ്യുന്നവരുമാണ് ഒരു പരിധി വരെ. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പരീക്ഷന്മാരുടെ ഈ ആത്മീയമായ ഈ തിരിച്ചറിവും അതിലുള്ളൊരു അവരുടെ ഒരു ഉന്നതിയെ കാരണം അഹങ്കാരം അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ചിന്തയിൽ അവർ ആത്മീയത അഭിനയിക്കാനായി തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഹാലലൂയ, സ്തോത്രം. പത്തിരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവർ ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് പകരം ഒരു വാക്കെടുത്ത് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തുകയും അത് ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ചില സ്വഭാവങ്ങളൊക്കെയുള്ള ഒരു ആത്മീയ കാലഘട്ടം, ആത്മീയ സമൂഹമായിരുന്നു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാകണം. അതിന്റെ ആവശ്യകത എന്താണ് അദ്ദേഹം അവിടെ ഉൾപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. ആത്മീയമായ ദാരിദ്ര്യം, സ്തോത്രം. ആത്മദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കൽ നമ്മൾ ദാരിദ്ര്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു മേഖല വരുമ്പോൾ, ജഡിക സമ്പത്തിന്റെ മേഖല വരുമ്പോൾ ഒരിക്കൽ നമ്മൾ ആ ഒരു സമ്പത്തിന് കുറവ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല. എപ്പോഴും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനെ വെറുക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യനുള്ളത്. പക്ഷെ കർത്താവോട് പറയും, നിങ്ങൾ ദരിദ്രരാണോ എന്ന് പറയുക. സ്തോത്രം, അത് ആത്മീയമായ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് കർത്താവോട് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവ്, ഹാലലൂയെ, എല്ലാ മനുഷ്യർക്കും കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാലലൂയ ദൈവത്തിൽ ചിലത് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു മെസ്സേജ് കർത്താവ് അതിലൂടെ തരികയാണ് ചെയ്യുന്നത്. ഹാലലൂയ, സ്തോത്രം, ഹാലലൂയ. അതായത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ആത്മീയമായി വർദ്ധിക്കണം. അതായത് വർദ്ധിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഈ വർദ്ധിക്കുന്നത്? നമുക്ക് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും ക്രിസ്തു ബ്ലസ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. അതായത് നിങ്ങൾ ഇങ്ങനെ സ്പിരിച്വലി നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് സ്വർഗത്തിലെ സകല നന്മകളും. അത് നിങ്ങൾ സ്വർഗരാജ് നിങ്ങൾക്കുള്ള നമ്മൾ പറയുന്നതെങ്കിലും ഞാൻ അത് കൂട്ടി വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ദാരിദ്ര്യമുള്ളവരെ മാറുമ്പോഴാണ് സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാൽ നിങ്ങൾ ബ്ലസ് ചെയ്യപ്പെടുന്നത്. സ്തോത്രം,
അത് ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരാഗ്രഹം ഉണ്ടാകുമ്പോഴാണ്, നിങ്ങൾ ദരിദ്രരാണെന്ന് സമ്മതിക്കുമ്പോഴാണ് ഈ സ്വർഗീയമായ സകല നന്മകൾ നമ്മളിലേക്ക് പകരപ്പെടുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ബോധ്യമാണ്, ഞാൻ പൂറാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. കാരണം ഈ ബോധ്യം വരേണ്ടതിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വരുന്ന എല്ലാ നന്മകളും, അതായത് നമ്മുടെ സ്വഭാവത്തിൽ വരേണ്ട ആ മാറ്റങ്ങൾ പോലും ഈ ഒരു നന്മയിൽ, ഈ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് വരേണ്ടത്. അതായത് ഞാൻ സ്പിരിച്വലി പോറാണെന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ, ദൈവത്തിൽ നിന്ന് കൂടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തെ ഒത്തിരി അറിയുവാൻ, ദൈവത്തിലേക്ക് ഒത്തിരി അടുത്ത് സ്നേഹിപ്പാൻ, ആരാധിക്കാനൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉരുവായി വരുമ്പോൾ, അത് വർദ്ധിക്കുമ്പോഴാണ് എന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. ഹാലലൂയ. യേശു കർത്താവ് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ഒത്തിരി വളരെ ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വളരുമ്പോൾ മാത്രമേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് വളർന്നു കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വളർന്നു കയറാൻ പറ്റുന്ന ആഗ്രഹമുള്ളവരിലാണ് സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളും നിറഞ്ഞു വരാൻ പോകുന്നത്. സ്തോത്രം. ഇത്തരം ഒരു മെസ്സേജാണ് കർത്താവ് അതിലൂടെ കൊടുക്കുന്നത്. ഇതിനെയാണ് ക്രിസ്തുവിന്റെ ഒരു പരിജ്ഞാനം എന്ന് പറയുന്നത്. അതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു വാക്കെടുത്തിട്ട്, ദാരിദ്ര്യം എന്ന നെഗറ്റീവ് വാക്കെടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിലൂടെ നിങ്ങൾ വളർന്നു കയറുമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു മഹാനായ ഗുരുവിന്റെ ഒരു പരിജ്ഞാനത്തെയാണ് നമ്മൾ ആ വാക്കുകളിലൂടെ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞ ഹാലലുയ, നമ്മുടെ ശരീരം വളരെ ലേസിയാണ്, ആത്മീയമായിട്ട് വളരാൻ ഭയങ്കര മടുപ്പുള്ളവരാണ് നമുക്ക് ഒരിക്കലും ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നവരാണ്. നമുക്ക് ആ ഭൗതിക സമ്പത്ത് ആഗ്രഹമുണ്ട്, പലപ്പോഴും നമ്മൾ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരാ, അല്ലെ? പക്ഷേ ഒരു ആത്മീയമായ സമ്പത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കഠിനമായി പ്രയത്നിക്കാറില്ല, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാ. പക്ഷെ നമ്മുടെ ബോഡി എപ്പോഴും പറയുമ്പോൾ, വേണ്ടെന്നേ, ഇത്രയൊക്കെ മതി, എന്തിനു വലിയ ആത്മീയരായിട്ട് എന്നാ ചെയ്യാനാ, വലിയ ആത്മീയരായും പോയാൽ നമുക്ക് പലതും, ഈ ലോകത്തിന്റെ പലതും നമുക്ക് രസിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം കൂടി നമ്മൾ പലപ്പോഴും നമ്മുടെ ജഡം പറയും. നമ്മൾ അതിനെ പലപ്പോഴും അംഗീകരിച്ചു കൊടുക്കുന്നവരും അതിനൊത്തോണം ഇരുന്ന് കൊടുക്കുന്നവരും, അല്ലെ? എനിക്ക് അധികം ആത്മീയനായ അല്ലെങ്കിൽ ആത്മീയതയായാൽ എനിക്കൊരു പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് കൈവെക്കാൻ പറ്റത്തില്ലോ എന്നൊരു ബോധ്യം പലപ്പോഴും നമ്മളിലുണ്ട്. ജഡം പറയും, എന്നാ പിന്നെ ശരി. പലപ്പോഴും പിശാചല്ല, പിശാച് മന്ത്രിക്കും നമ്മൾ, പക്ഷെ അതനുസരിക്കുന്ന നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബോഡി നമ്മുടെ ആത്മാവിനെ അനുസരിക്കാതെ നമ്മുടെ ഈ സോളിനെ അനുസരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് വളരാൻ ലേസിനെസ് കാണിക്കുന്നതും നമ്മൾ ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനെ മറികടക്കുന്ന ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായാൽ മാത്രം പോരാ, അതൊക്കെ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാനായിട്ട് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവുള്ള ദാരിദ്ര്യം തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക മാത്രമല്ല, അതിലേക്ക് നടന്നു കയറുവാൻ, അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ദിവസങ്ങൾ അധികമായി സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ഹാലലൂയ, ഈ പരിജ്ഞാനം നമ്മൾ ധാരാളമായി വളർന്നു വരട്ടെ എന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കേട്ട് കളയാനല്ല, മറിച്ച് അത് ഹൃദയത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് ചിന്തിക്കുവാനും അതിലേക്ക് ചുവട് വെക്കുവാനും തക്കവണ്ണം നമുക്ക് ദിവസം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.